ഹായ്, വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു പിസയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പിസയാണിത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഐറ്റംസാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. ഞാനിവിടെ ബ്രെഡ് ഇതുപോലെ ഒരു ഷേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ബ്രെഡാണോ ആവശ്യം അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാൻ ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാഫ് ക്യാരറ്റ് ഇതുപോലെ തിന്നായി സ്ലൈസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കുരു കളഞ്ഞിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തതാണ് ഇതും. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ട് ഇതുപോലെ ഉപ്പും കുരുമുളകും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിങ്ങനെ ബ്രെഡ് എടുത്തിട്ട് കുറച്ച് വെള്ളം ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബ്രെഡൊന്ന് പ്രസ് ചെയ്ത് കിട്ടും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ പ്രസ് ചെയ്തെടുത്ത ഭാഗത്ത് കുറച്ച് മയോണൈസ് നമുക്ക് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പും കൂടെ തേച്ചിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ആഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും ക്യാരറ്റും കൂടെ മുകളിലിട്ടതിന് ശേഷം കുറച്ച് മയോണൈസും കെച്ചപ്പും മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ അതിൽ തടവിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ പിസ്സ വെച്ച് കൊടുക്കാം. തീ സിമ്മിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ചതിന് ശേഷം കുറച്ച് മുട്ട അതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. കുക്കായതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലും നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാ പിസ്സയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ഈസി പിസ്സ ആണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണിത്. ഇഫ്താറിനും നമ്മളെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കാനും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.